നമുക്ക് ഇന്ന് കുറച്ച് കിച്ചൺ യൂസ്ഫുൾ ഐറ്റംസ് അൺബോക്സ് ചെയ്താലോ? അപ്പൊ എന്റെ അടുത്ത് ഇത്രയും ബോക്സസ് ഉണ്ട്. ഈ ആദ്യത്തെ ബോക്സ് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ, കാരണം കുറെ ഓർഡർ ചെയ്തുകൊണ്ട് എനിക്ക് എന്താണെന്ന് അറിയില്ലായിരുന്നു. ഞാൻ ആദ്യം അൺബോക്സ് ചെയ്യുന്നത് ഓൾറെഡി അൺബോക്സ്ഡ് ആണ്. പിന്നെ അത് കാർഡ്ബോർഡിൽ തന്നെ അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. അതൊരു റൈസ് സ്റ്റോറേജ് ബോക്സ് ആയിരുന്നു. ഞാൻ ഓർഡർ ചെയ്തത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. ഇതിന്റെ ഉള്ളിൽ മെഷർമെന്റ് കപ്പ് ഉണ്ട്, പ്രസ് ചെയ്താൽ ഓപ്പൺ ആവും. ശരിക്കും ഇതിന്റെ ഫുള്ള് വൈറ്റ് ആയിട്ടുള്ളതുണ്ട് കേട്ടോ, പക്ഷെ എനിക്ക് ട്രാൻസ്പെറന്റ് ആയിരുന്നു കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. നിൽക്കാൻ വേണ്ടി 3 സ്റ്റാൻഡ് ഉണ്ട്. എനിക്ക് ആ സ്റ്റാൻഡിന്റെ ഡിസൈൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിന്റെ മുകളിലും ചെറുതായിട്ട് ഒരു സ്റ്റോറേജ് പോലെ ഉണ്ട്. ഞാൻ പഠിച്ച പടി 18 നോക്കിയിട്ട് അത് എനിക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ഞാൻ മേടിച്ചത് 5 ലിറ്ററിന്റെ ആയിരുന്നു. നമുക്ക് ഇവിടെ ശരിക്കും 5 ലിറ്ററിന് കൂടുതലാണ്, 10 ലിറ്ററിന്റെ ഉണ്ടായിരുന്നു. ഇത് നമ്മൾ ഡിഷ് വാഷ് പ്ലസ് ഹാൻഡ് വാഷ് ഒക്കെ യൂസ് ചെയ്യുന്ന സാധനം. ഇത് ഞാൻ ഓർഡർ ചെയ്ത് ആമസോണിൽ നിന്നായിരുന്നു. പക്ഷേ ഉണ്ടല്ലോ ഇത് ഡാമേജ് ആയിരുന്നു. എത്ര നോക്കിയിട്ടും ഹാൻഡ് വാഷിന്റെ സാധനം പ്രസ് ആവണ്ടായില്ല. അതുകൊണ്ട് തിരിച്ചു അങ്ങനെ ഇട്ടു വെച്ചു. അടുത്തതും ഒരു ആമസോൺ പ്രോഡക്റ്റ് ആണ്. ഞാൻ ആ റൈസ് മാത്രമേ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തുള്ളൂ, ബാക്കി രണ്ടും ആമസോണിൽ നിന്നായിരുന്നു ഓർഡർ ചെയ്തത്. ഞാൻ ശരിക്കും ഏറ്റവും എക്സൈറ്റഡ് ആയിട്ട് മേടിച്ച ഒരു സാധനം ഇതായിരുന്നു കേട്ടോ. എനിക്ക് ഗ്ലാസ് ബോട്ടിൽസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എണ്ണ ഇട്ട് വെക്കാൻ കുറച്ച് നാളെ ഗ്ലാസ് ബോട്ടിൽ നോക്കിയെടുക്കും. പക്ഷെ പച്ച ക്യാപ്പിൽ എന്തോ ബ്ലാക്ക് പാടൊക്കെ ഉണ്ടായിരുന്നു ടോപ്പ്. അതൊക്കെ ഞാൻ ഇഗ്നോർ ചെയ്തു, കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം പോറിംഗ് ഉണ്ട്, നമ്മൾ അധികം എണ്ണ ഒന്നും യൂസ് ചെയ്യില്ലാന്നെങ്കിൽ സ്പ്രേയും ചെയ്യാൻ പറ്റും. അങ്ങനെ ഞാനത് സെറ്റ് ആക്കി നോക്കി കഴിഞ്ഞപ്പോൾ അതിൽ വലിയൊരു സ്ക്രാച്ച് കാണാൻ സ്ക്രാച്ച് പോലെ ആണെങ്കിൽ അത് തൊട്ട് നോക്കുമ്പോൾ നന്നായിട്ട് അറിയണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചത് റിട്ടേൺ ചെയ്യാൻ. അപ്പൊ ഇതും ഫ്ലോപ്പ് ആയി. ആമസോണിൽ നിന്ന് മേടിച്ച 2 പ്രോഡക്റ്റും ഫ്ലോപ്പ് ആയ വിഷമത്തിലാട്ടോ ഞാൻ. അപ്പൊ അത് റിട്ടേൺ ഒക്കെ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ പിന്നെ ഞാൻ അരി വെക്കാം എന്ന് വിചാരിച്ചു. അതിൻ്റെ ഉള്ളിൽ വെക്കാം ഇൻ ദ സെൻസ് ഇട്ട് വെക്കാം, നോട്ട് കുക്കിംഗ്. കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ മേടിച്ചുകൊണ്ട് 5 കിലോ അരി ആയിരുന്നു കേട്ടോ. നാട്ടിലാണെങ്കിൽ വില കുറവും കമ്പയർഡ് ടു ഡൽഹി. ആ ഒരു എസ്തെറ്റിക് ഫീൽ ഒക്കെ വളരെ പെട്ടെന്ന് തന്നെ ഒരു കിച്ചൺ മേക്ക് ഓവർ നടത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇൻ ഫ്യൂച്ചർ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക.